ഫ്രണ്ട്സ്, അപ്പോൾ ഇത് പാർട്ട് 4 ആണ് ഗൈസ്. 4 ഇത് മെയ് മാസം റെയിൻ സീസൺ എന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ചെയ്തതാണ്. ഇത് ഈ വർഷത്തെ ആണെന്ന് തോന്നുന്നു. ഈ വർഷത്തെ ആറാണ്. റെയിൻ ആൻഡ് സൺ ആയിട്ടുള്ള ഒരു മാസമായിരുന്നു മെയ് മാസം. പിന്നെ കുറേ കൊച്ചുങ്ങളും പാവകളും ഒക്കെ ആയിട്ട് ഇത് ഭയങ്കര ഒരു പ്ലെയിൻ തീമിലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഇത് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഇതെൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. കൊണ്ട് യെമ്മി കേക്ക്. ഇതമ്മ, ഇത് കേക്ക്. അമ്മ കേക്ക് കഴിച്ച് നോക്കി, വാവ് യെമ്മി എന്ന് പറയുന്നതൊക്കെ. പിന്നെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് മെയ് 5. I love my amma. My amma is a nice. Sometimes I did not like my amma because there are any reason. എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും അമ്മേനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം. സംടൈംസ്. പിന്നെ 4th സാറ്റർഡേ തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. പിന്നെ വന്നിരിക്കുന്നതാണ്, ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതി ഇതെന്ത് ഈ കൊച്ചിന് പ്രാന്ത് പിടിച്ചോ കണ്ടോ ഗൈസ്. ഡേംഡോക്കിൻ്റെ സൺസ്ക്രീൻ ഞാൻ കുറേ ആഗ്രഹിച്ച് അമ്മേനെ കൊണ്ട് കാല് പിടിപ്പിച്ച് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയ പാക്കറ്റിൽ നിന്നൊക്കെ കിട്ടിയ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ആക്കി നോക്ക് ഗൈസ്. ഇത് രണ്ടും തമ്മിൽ ഇതെന്താ മില്ലി നോക്ക്. പർപ്പിൾ സൺസ്ക്രീൻ. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്, ഞാൻ പറഞ്ഞില്ലേ വാഷി ടേപ്പ്. ഈ വാഷി ടേപ്പ് സിംഗപ്പൂരിൽ നിന്നാണ്. ഇത് വാഷി ടേപ്പ് സിംഗപ്പൂരിൽ നിന്ന്. ഇതുപോലത്തെ 3 ഇതേപോലത്തെ ഒരെണ്ണവും. ഇതിനൊക്കെ 50 സെൻറ്റോ, പക്ഷേ സെൻറ്റല്ലല്ലോ, സി വെച്ചുണ്ട്. അതെന്താണെന്ന് ഞാൻ മറന്നു. അത്രയാണ്. അപ്പോൾ ടോട്ടൽ വന്നത് $2-4 റുപ്പീസാണ്. $2 ടോട്ടൽ വന്നത്. പിന്നെ ഗൈസ് ഇത് വന്നിരിക്കുന്ന സ്റ്റിക്കറാണ് ഗൈസ്. വേറൊരു സ്റ്റിക്കർ എനിക്ക് ആക്ച്വലി നല്ലോണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് സിംഗപ്പൂരിലത്തെ കടയുടെ പേരൊന്നും ഞാൻ എഴുതി നോക്കി വെച്ചില്ല. അത് കാരണം എന്താ, കുറേ തേർന്ന് ഇറങ്ങി അമ്മേനെ കൊണ്ട് കയറ്റിപ്പിച്ചൊക്കെ ഒരു വിധത്തിന് വീണ്ടും ഈ വാഷി ടേപ്പ് പിടിച്ച കടയിൽ തന്നെ വീണ്ടും എത്തി. എന്തിന് മീനീസോയി വരെ പോയി നോക്കി, എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഫൈനലി ഇവിടെ നിന്ന് പറഞ്ഞു എനിക്ക് ഇനി നടക്കാൻ വയ്യ, ഇതെങ്കിൽ ഇതൊന്ന് വാങ്ങല്ലേ, ഞാൻ വാങ്ങി തരത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, ഇതങ്ങ് വാങ്ങി. വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ കുറേ വിഷമം തോന്നി. കാരണം അത് വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങിയില്ലല്ലോ. നല്ല രസമായിരുന്നു ഗൈസ്. ഒടുക്കത്തെ ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു അവിടെ ഗൈസ്. ഇനിയും കുറേ കിടപ്പുണ്ട് ഗൈസ്. അടുത്തത് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ട് കോളായിപ്പോയതാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ദിവസമാണ് ഗൈസ്. 24/6/20